CPM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ഹോളാണിത്. മധുരയിലെ തമക്കം ഹാള്. ഇതിനകത്ത് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. വലിയൊരു ഹോളിനകത്ത് വേദിയിൽ കാണാം കോമ്രേഡ് കോടിയേരി ബാലകൃഷ്ണൻ മെമ്മോറിയൽ ഹാൾ. ഇത് സീതാറാം യെച്ചൂരി നഗറാണ്. നഗറിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ്റെ മെമ്മോറിയൽ ഹാളിലാണ് ഈ 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ പ്രതിനിധി സമ്മേളനം നടക്കുക. പ്രതിനിധി സമ്മേളനത്തിൽ പ്രതിനിധികൾ ഇരിക്കുന്ന സ്ഥലങ്ങൾ ഇതിനകം തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 36 കസേരകൾ ഒരു നിരയിൽ എന്ന തരത്തിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏറ്റവും മുമ്പ് ഭാഗത്തായി പ്രതിനിധി സമ്മേളനത്തിൽ എത്തുന്ന പ്രതിനിധികളല്ലാത്ത ആളുകളുണ്ട്. CPI-യുടെ ദേശീയ സെക്രട്ടറി D രാജ അടക്കമുള്ള ആളുകളുണ്ട്. അവർക്കുള്ള ഇരിപ്പിടങ്ങളാണ് ഏറ്റവും ഫ്രണ്ടിലുള്ളത്. പിന്നീട് PB അംഗങ്ങളും മറ്റുമാണുള്ളത്. ഏറ്റവും അവസാന ഭാഗത്തേക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതേ ഉള്ളൂ. നാളെയാണ് CPM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുന്നത്. മധുര സമ്മേളനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, അല്ലെങ്കിൽ ഏവരും ഉറ്റുനോക്കുന്നത് EMS-ന് ശേഷം CPM-ന് കേരളത്തിൽ നിന്നൊരു പാർട്ടി സെക്രട്ടറി ഉണ്ടാകുന്നു എന്നതാണ്. അത് അങ്ങനെ വന്നാൽ അത് MA ബേബി ആയിരിക്കും. PB-യിലെ ഏറ്റവും മുതിർന്ന ആൾ, മുഖ്യമന്ത്രി കഴിഞ്ഞ ഏറ്റവും മുതിർന്ന ആൾ എന്ന നിലയിൽ MA ബേബി വരാനുള്ള സാധ്യത. ഒപ്പം KK ശൈലജ ടീച്ചർ PB-യിലേക്ക് വരികയാണോ? അത്തരം ചർച്ചകൾ നടക്കുന്നു. ഒപ്പം അങ്ങനെ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഒപ്പം മുഖ്യമന്ത്രി കൊല്ലം സമ്മേളനത്തിൽ അവതരിപ്പിച്ച നയരേഖയുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ടാവും. പാർട്ടി ലൈൻ വിട്ട്, പ്രത്യയശാസ്ത്രം വിട്ട് വികസനം വേണം എന്ന നയരേഖ പാർട്ടി കോൺഗ്രസ് സ്വാഭാവികമായും അത് ചർച്ചയുടെ ഭാഗമായി വരും. അത്തരം കാര്യങ്ങൾ കേരളത്തെ പാർട്ടിയെ സംബന്ധിച്ച് പ്രധാനമായി നിൽക്കുന്നു. കേരളത്തിന് പുറത്ത് പാർട്ടിയുടെ അവസ്ഥ, ത്രിപുരയിൽ പാർട്ടിയുടെ ഭരണമില്ല, ഒപ്പം പശ്ചിമ ബംഗാളിൽ ഭരണമില്ല. പാർട്ടി ശോഷിച്ച ഒരവസ്ഥയാണ്. അവിടെയൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നതിന് എന്ത് ചെയ്യുമെന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയാകുന്ന ഒരു പ്രധാനപ്പെട്ട സമ്മേളനം നടക്കുന്നു. ഇതാണ് ഈ തമക്കം ഹാള്. ഇവിടെയാണ് 2-ാം തീയതി മുതൽ, അതായത് നാളെ മുതൽ 6-ാം തീയതി വരെ പ്രതിനിധി സമ്മേളനം നടക്കുക. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.